പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എന്തുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു? സ്റ്റഡി അബ്രോഡ് സ്കാമിൽ പെട്ടു. യുവജന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷത്തോളം വലിയൊരു നിയമ പോരാട്ടം ഞാൻ നടത്തി. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളായിട്ട് കണക്ട് ചെയ്തു. പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും കിട്ടിയില്ല. ഒരുപാട് കുട്ടികൾ എന്നെ കണക്ട് ചെയ്തു. അവരുടെ ലക്ഷക്കണക്കിന് രൂപ, കരിയർ നഷ്ടപ്പെട്ടു, ജോലി സ്കാമുകളിൽ നഷ്ടപ്പെട്ടു. ഒരാളും വന്നില്ല. കാരണം എലക്ഷന്റെ സമയം മാത്രമേ നമുക്കൊക്കെ ഒരു വിലയുള്ളൂ. ഞാൻ ചുമ്മാ സർക്കാസമായിട്ട് ഇലക്ഷന്റെ ഒരു പോസ്റ്റൊക്കെ പിടിച്ച് കയ്യിൽ നിൽക്കുന്ന ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് വന്ന എൻക്വയറീസ് മൊത്തം രാഷ്ട്രീയക്കാരുടെ അടുത്ത് നിന്നാണ് ഇലക്ഷന് മത്സരിക്കേണ്ടതെന്നുള്ളത്. അവർക്ക് നമ്മളെ പേടിയുണ്ട്. നമ്മുടെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള പേടി. ഇലക്ഷന് നിന്നാൽ എന്നിലേക്ക് വോട്ട് വരുമെന്നുള്ള പേടി. സാധാരണക്കാരുടെ വോട്ട് എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൊരു പേടി. അതാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് എന്റെ ഈ തെരഞ്ഞെടുപ്പ്. ഞാനല്ല ഇവിടെ മത്സരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ് എന്റെ രൂപത്തിൽ മത്സരിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാരം കിടന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ട്, കേവല ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്ത നഴ്സുമാർക്ക് വേണ്ടിയിട്ട്, ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട്, ജീവിതത്തിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഏറ്റവും സാധാരണക്കാരായി കുണ്ടിലും കുഴിയിലും വീണ് നടുവൊടിഞ്ഞിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പോരാട്ടത്തിന് ഇറങ്ങാം. ഞാൻ ഇവിടെ ഒരു ചാവേറാണ്. ഇവിടെ രാജകുമാരനായിട്ട് അധികാരം കൈപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. ഒരു ചാവേറായി ഞാൻ മരിച്ചു വീണേക്കാം. പക്ഷെ എത്ര നേരം പോരാടി നിന്നു, എത്രമാത്രം ചെറുത്തു നിന്നു എന്നുള്ളതാണ് ഒരു ചാവേറിന്റെ പോരാട്ട വീര്യം. ഞാൻ നിങ്ങളുടെ പ്രതിനിധി മാത്രമാണ്. ഞാനൊരു ഏജന്റാണ്. തീർച്ചയായിട്ടും ഞാനൊരു ഏജന്റാണ്, സാധാരണക്കാരന്റെ ഏജന്റ്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക, ഒരു വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തോടും വിധേയപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഒരു മതമേലധ്യക്ഷന്റെ മുമ്പിൽ പോയിട്ട് വിനീത വിധേയദാസനായിട്ട് കുമ്പിട്ട് ഞാൻ നിൽക്കില്ല. ഒരു മതത്തിന്റെ പക്ഷവും ഞാൻ പിടിക്കില്ല. ഇതുകൊണ്ട് കിട്ടാവുന്ന വോട്ടുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് നിൽക്കുന്നത്. എനിക്ക് PR ടീം ഇല്ല, പോസ്റ്റർ ഒട്ടിക്കാൻ പൈസ ഇല്ല, ഫ്ലെക്സ് ഒട്ടിക്കാൻ പൈസ ഇല്ല. എല്ലാം നിങ്ങളിലേക്ക് വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായിരിക്കും. ഇത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാം. ഇത് ഒരു പ്രിവിലേജും ഇല്ലാത്ത സാധാരണക്കാരനായിട്ട് ഒരാളുടെ പോരാട്ടമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, നമ്മുടെ പോരാട്ടം.